സാധാരണ ശാന്തമായ നിയമസഭാ മീഡിയ റൂം അന്നൊരു നിമിഷം കൊണ്ട് കലുഷിതമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് വിളിച്ചു ചേർത്ത പത്രസമ്മേളനം തുടങ്ങാനിരിക്കെ അവിടെ കണ്ടത് തികച്ചും അപ്രതീക്ഷിതമായൊരു കാഴ്ചയായിരുന്നു. മന്ത്രിയുടെ അടുത്ത കസേരയിലേക്ക് കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ കടന്നു വന്നതോടെയാണ് അന്തരീക്ഷം പെട്ടെന്ന് മാറിയത്. ഒരു നിമിഷം നിശബ്ദത, പിന്നീട് പതിയെ പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ഓർമ്മകൾ ആ മുറിയിൽ ഒരു നിഴൽ പോലെ പടർന്നു. കൊലയാളിയെ മന്ത്രി ഒപ്പമിരുത്തരുത്. ഒരു മുഴക്കത്തോടെ ആ മുദ്രാവാക്യം മുഴങ്ങി. ഒരൊറ്റ ശബ്ദമായി മാധ്യമപ്പട ഒന്നടങ്കം നിലപാടെടുത്തു. KM ബഷീറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിലെ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു ജനപ്രതിനിധിയായ മന്ത്രിയുടെ ഒപ്പം വേദി പങ്കിടുന്നത് നീതിയല്ലെന്ന് മാധ്യമലോകം ഉറക്കെ പ്രഖ്യാപിച്ചു. അന്തരീക്ഷം ചൂടുപിടിച്ചു. പ്രതിഷേധത്തിന്റെ തീവ്രത കൂടിയതോടെ മന്ത്രിയും അസ്വസ്ഥനായി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ ശ്രീറാം വെങ്കിട്ടരാമൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകാൻ നിർബന്ധിതനായി. സാധാരണഗതിയിൽ ഔദ്യോഗിക വിവരങ്ങൾ കൈമാറാൻ ചേരുന്ന പത്രസമ്മേളന മുറിയിൽ അരങ്ങേറിയത് ഒരു മാസ് ആക്ഷൻ രംഗം പോലെയായിരുന്നു. മാധ്യമധർമ്മം എന്നത് വെറും വാർത്താ റിപ്പോർട്ടിംഗ് മാത്രമല്ലെന്നും നീതിക്ക് വേണ്ടിയുള്ള ഉറച്ച നിലപാടുകൾ കൂടിയാണെന്നും ഒരിക്കൽ കൂടി തെളിയിച്ച നിമിഷങ്ങളായിരുന്നു അത്. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ഒരടി പിന്നോട്ട് പോകില്ലെന്ന് തെളിയിച്ച ഈ സംഭവം വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസ് സംസ്ഥാനത്തേറെ കോളിളക്കമുണ്ടാക്കിയ ഒന്നായിരുന്നു. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെയാണ് ശ്രീറാം സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് ജോലി കഴിഞ്ഞ് മടങ്ങിയ മാധ്യമപ്രവർത്തകനായ ബഷീർ മരിച്ചത്. മ്യൂസിയത്തിന് സമീപം പബ്ലിക് ഓഫീസിന് മുൻപിലായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ കാർ ബൈക്കിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. തെറിച്ചു വീണ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരണം തട്ടിയെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് ആക്ഷേപമുയർന്നിരുന്നു. 24 മണിക്കൂർ വരെ രക്തസാമ്പിൾ ശേഖരിക്കാതിരുന്നതും ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. ശ്രീറാം അടക്കം കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായി മൊഴിയുണ്ടായിരുന്നു. തെറിച്ചു വീണ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കും മുൻപേ മരണം സംഭവിച്ചു. തുടക്കത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് ആക്ഷേപമുയർന്നു വന്നിരുന്നു. എന്തായാലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 279, 201, 304, മോട്ടോർ നിയമം 184 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയത്. എന്തായാലും അങ്ങനെ ഒരാളെയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചത്. ഇതിനെ ചൊല്ലിയാണ് വലിയ രീതിയിൽ അവിടെ ശ്രീറാമിനെതിരെ ശബ്ദമുയർന്നതും ഒടുവിൽ ശ്രീറാമിന് സ്വയം ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരികയായിരുന്നു.